നമസ്കാരം. നാളെ അതിവിശേഷപ്പെട്ട മീനഭരണിയാണ്. മീനഭരണി ഏറ്റവും വിശേഷപ്പെട്ടതാണ് ദേവീപ്രീതിക്ക് എന്ന കാര്യം നാം ഓർക്കേണ്ടതാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ദേവിയെ ഇന്നേ ദിവസം ആരാധിക്കുന്നതിലൂടെ ഭാഗ്യം വർദ്ധിക്കുക, വന്നു ചേരുന്ന കഷ്ടതകളും ദുരിതങ്ങളും ഒഴിവാക്കുക, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനിവാര്യമായ കാര്യങ്ങൾ നടക്കുന്നതായ ദിവസം. എന്നാൽ ഇന്നേ ദിവസം ജ്യോതിഷപരമായി പരിശോധിക്കുകയാണ് എങ്കിൽ സ്ത്രീകൾക്ക് വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരാവുന്ന ദിവസം തന്നെയാണ്. ചില നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് ചില മാറ്റങ്ങൾ ഇന്നേ ദിവസം പ്രകടമാകും എന്ന കാര്യം നാം ഓർക്കേണ്ടതായിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങളാണ് ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് തന്നെ മനസ്സിലാക്കാം. പ്രധാനമായും ഈ സ്ത്രീകളുടെ ജീവിതത്തിൽ ചില അത്ഭുതകരമായ നേട്ടങ്ങൾ തന്നെയാണ് വന്നു ചേരുക. തീർച്ചയായും ഇവർ ഞാനീ പറയുന്ന കാര്യം നാളത്തെ ദിവസം ചെയ്യുകയാണ് എങ്കിൽ അത് സർവ്വ ഐശ്വര്യപ്രദമാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. നാളെ നടത്തുന്ന വിശേഷാൽ ദേവീ പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും നിങ്ങളുടെ ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുണ്ട് എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഏവരും അമ്മയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അമ്മേ നാരായണ എന്ന കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് അശ്വതി നക്ഷത്രമാണ്. അശ്വതി നക്ഷത്രക്കാർ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരാവുന്ന സമയമാണ് ഇത്. വരുന്ന 4 ദിവസങ്ങൾ ഇത്തരത്തിൽ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. ഈ സമയം ദേവിയുടെ കടാക്ഷത്താൽ ഈ സ്ത്രീകൾക്ക് മനസ്സിലുള്ള പല ദുഃഖങ്ങളും വിഷമതകളും പരിഹരിക്കുവാനോ ഒഴിവാക്കുവാനോ സാധിക്കും. പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന ആശയക്കുഴപ്പങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും എന്ന പ്രത്യേകതയും വന്നു ചേരും. ഈ സമയം ധനപരമായ നേട്ടങ്ങൾക്ക് സാധ്യത അല്പം കൂടുതലാകുന്നു. കർമ്മമേഖലയിലും അതേപോലെ ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നതായ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അവരെ മനസ്സിലാക്കുകയോ അല്ലെങ്കിൽ അവരുടെ മറ്റൊരു മുഖം മനസ്സിലാക്കുവാനോ നിങ്ങൾക്ക് സാധിക്കും. അവരുമായി ബന്ധപ്പെട്ട ആ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. വിദ്യാർത്ഥിനികളാണ് എങ്കിൽ നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെ വന്നു ചേരും. എന്നാൽ നാളെ ദേവിക്ക് വിളക്ക് തെളിയിച്ച് ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിക്കുക എന്ന കാര്യമാണ് ചെയ്യേണ്ടത്. അതല്ല എങ്കിൽ ഒരു മഞ്ഞളെങ്കിലും നാളെ ദേവിക്ക് സമർപ്പിക്കേണ്ടത് അനിവാര്യമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ദേവി കടാക്ഷം ഉള്ളവരാണ് നിങ്ങൾ. ജനനം മുതൽ ആ അനുഗ്രഹം നിങ്ങളിലുണ്ട്. നാളെ ചില അത്ഭുതകരമായ കാര്യങ്ങൾക്ക് സാക്ഷിയാകുവാൻ സാധ്യത കൂടുതലാകുന്നു. 4 ദിവസം നിങ്ങളുടെ ശുഭകരമായ കാര്യങ്ങൾ നീണ്ടു നിൽക്കാം. ഈ സമയം ശുഭകരമായ വാർത്തകൾ കേൾക്കാം. മനസ്സിലെ ദുഃഖങ്ങൾ ഒഴിവാക്കുവാൻ സാധിക്കും. സാമ്പത്തികപരമായ ചില നേട്ടങ്ങൾക്ക് സാധ്യത വന്നു ചേരാം. ചില കൈവായ്പകൾ തിരികെ കൊടുക്കുവാനോ അല്ലെങ്കിൽ ചില പണം കൈകളിലേക്ക് വന്നു ചേരുവാൻ, അത് വായ്പയാണ് എങ്കിൽ പോലും കൈകളിലേക്ക് ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റ് രീതിയിലോ ശുഭകരമായ വാർത്തകൾ കാര്യങ്ങൾ കാണുവാനോ കേൾക്കുവാനോ സാധിക്കും. ഈ സമയം ദേവിയുടെ കടാക്ഷമുള്ളതിനാൽ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ നിങ്ങളുടെ തൊഴിൽ മേഖലയിലും ഉയർച്ച നേടുവാൻ സാധിക്കും. വീടിനും ഐശ്വര്യം നൽകുവാൻ സാധിക്കും. സന്താനങ്ങൾക്കും ഭർത്താവിനും ഈ സമയം നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരുവാൻ കാരണമായി തീരും എന്ന് കൂടി മനസ്സിലാക്കുക. ദേവിയെ ആരാധിക്കുകയും ദേവിക്ക് വിളക്ക് തെളിയിക്കുക എന്ന കാര്യവും ചെയ്യുക. നാളെ വിളക്ക് തെളിയിച്ച് ചുവന്ന പുഷ്പങ്ങളും അതോടൊപ്പം മഞ്ഞളും സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകീരം നക്ഷത്രമാകുന്നു. മകീരം നക്ഷത്രക്കാരായ സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിലുണ്ട് എങ്കിൽ ചില കാര്യങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട്. മീനഭരണിയുമായി ബന്ധപ്പെട്ട് ശുഭകരമായ ഫലങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യം നിസ്സംശയം പറയാം. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം വർദ്ധിക്കുന്നതാകുന്നു. നിങ്ങൾ ചെയ്യുന്നതായ കാര്യങ്ങളിൽ ഭാഗ്യം വർദ്ധിക്കുകയും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായി തീരുകയും ചെയ്യാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ശുഭകരമായ കാര്യങ്ങൾ വന്നു ചേരും.
മനക്ലേശങ്ങൾ അകലും. കൂടാതെ സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഭർത്താവ് അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ വാർത്തകൾ കേൾക്കുവാനുള്ള അവസരങ്ങൾ ജീവിതത്തിലേക്ക് കടന്നുവരും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ കാലമായി ഉണ്ടായിരുന്ന പല പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ സാധിക്കും. കച്ചവടത്തിൽ നിന്നും നിങ്ങൾക്ക് ലാഭം വന്നു ചേരാം. ആഡംബര വസ്തുക്കൾ വാങ്ങുവാനുള്ള സാധ്യത കൂടുതലാകുന്നു. ആലസ്യം വിട്ട് ശരിയായ രീതിയിൽ പ്രവർത്തിച്ച് വിജയങ്ങൾ നേടുവാൻ കരസ്ഥമാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന കാര്യവും ഈ നിമിഷം ഓർക്കേണ്ടതായിട്ടുണ്ട്. ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർത്തിരിക്കേണ്ടതാകുന്നു. തീർച്ചയായും ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോവുക. നാളെ വിളക്ക് തെളിയിച്ച് ദേവിക്ക് ചുവന്ന പുഷ്പം സമർപ്പിക്കുന്നതും മഞ്ഞൾ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷമാണ്. തടസ്സങ്ങൾ കൂടാതെ ഈ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്ന് ചേരുക തന്നെ ചെയ്യും. മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാണ്. തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ പ്രധാനപ്പെട്ട കാര്യം, തിരുവാതിര നക്ഷത്രക്കാരായ സ്ത്രീകൾക്ക് വളരെ ശുഭകരമായ കാര്യങ്ങൾ ദേവിയുടെ കടാക്ഷത്താൽ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതായ സമയമാണ് ഇത്. നിരന്തരമായ പരിശ്രമങ്ങൾ നിങ്ങളെ വിജയത്തിലെത്തിക്കും. എന്നാൽ നിങ്ങൾക്ക് നേടുവാൻ സാധിക്കാത്തതായ പല കാര്യങ്ങളും ഈ സമയം നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. തൊഴിൽപരമായി നേട്ടങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ മറന്ന് പിണക്കങ്ങൾ മറന്ന് വീണ്ടും ഒന്നാകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ഭർത്താവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാം. അതിനാൽ തന്നെ ഈ സമയം ഭർത്താവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ചില വാർത്തകൾ വന്നു ചേരാം. സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും വന്നു ചേരാം. ഈ സമയം കൈകളിലേക്ക് ധനം വന്നു ചേരുവാൻ സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ കർമ്മമേഖലയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു. വിദ്യാർത്ഥിനികൾക്കും അനുകൂലം തന്നെയാണ് സമയം. മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം തന്നെ നേടുവാൻ സാധിക്കും. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേർന്നേക്കാം. 4 ദിവസം പ്രധാനമായും ഈ ഭാഗ്യം നീണ്ടു നിൽക്കും എന്ന കാര്യവും ഓർക്കുക. നാളെ ദേവിയെ ആരാധിക്കുക എന്ന കാര്യം ചെയ്യുക. വിളക്ക് തെളിയിച്ച് ചുവന്ന പുഷ്പം കൂടാതെ മഞ്ഞൾ സമർപ്പിക്കുന്നതും ഉത്തമമാകുന്നു. മറ്റൊരു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. വിശാഖ നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്താനങ്ങളുമായി ബന്ധപ്പെട്ടും ഭർത്താവുമായി ബന്ധപ്പെട്ടും ചില ശുഭകരമായ വാർത്തകൾ വന്നു ചേരാം. മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ സംഭവിക്കാം. ഈ സമയം കുടുംബത്തിന് ഐശ്വര്യം കൊണ്ടുവരുവാൻ നിങ്ങൾക്ക് സാധിക്കും. കുടുംബത്തിന് ഉയർച്ച നൽകുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ഈ സമയം തൊഴിൽ ലഭിക്കുവാനുള്ള സാധ്യത കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അനുയോജ്യമാകും കാര്യങ്ങൾ. വിദേശത്തേക്ക് പോകുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു. തടസ്സങ്ങൾ പലതും വഴിമാറുന്ന അവസരമാണ് ഇത്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത അല്പം കൂടുതൽ തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുകയാണ് എങ്കിൽ ഇപ്പോഴുള്ള പല തടസ്സങ്ങളും വിഷമങ്ങളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. മനസ്സിലേക്ക് സന്തോഷം പകരുന്നതായ കാര്യങ്ങൾ കൊണ്ടുവരുവാൻ സാധിക്കും. ചില കാര്യങ്ങൾ, വളരെ ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ സമ്മാനമായി ലഭിക്കുകയോ വാങ്ങുവാനോ ഉള്ള അവസരങ്ങൾ സിദ്ധിക്കും. ഈ സമയം പ്രധാനമായും നിങ്ങൾ ആലോചിക്കേണ്ടതായ ഒരു കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ശുഭകരമായ സമയമാണ് ഇത്. അതിനാൽ തന്നെ ദേവീ കടാക്ഷത്താൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വന്ന് ഭവിക്കുന്നതിനാൽ അല്പം ചിന്തയോടെ തന്നെ പ്രവർത്തിക്കുക. ഭാഗ്യം നിങ്ങളെ തുണയ്ക്കുന്ന സമയം കൂടിയാകുന്നു. നാളെ തീർച്ചയായും ദേവിയെ ആരാധിക്കുകയും ദേവിക്ക് ചുവന്ന പുഷ്പങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും സർവൈശ്വര്യപ്രദം തന്നെയാണ്. മറ്റൊരു നക്ഷത്രം തിരുവോണം നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രക്കാരായ സ്ത്രീകളാണ് എങ്കിൽ തീർച്ചയായും അവർക്ക് അനുകൂലമാണ് സമയം എന്ന് മനസ്സിലാക്കുക. ഈ സമയം കുടുംബത്തിനും ഭർത്താവിനും സന്താനങ്ങൾക്കും ഐശ്വര്യം കൊണ്ടുവരുവാൻ സാധിക്കും. പല കാര്യങ്ങളും ഇവരുമായി ബന്ധപ്പെട്ട് ശുഭകരമായി ഭവിക്കും. ഈ സമയം ജോലി ലഭിക്കുവാൻ, അതേപോലെ തൊഴിൽ മാറുവാൻ സാധ്യത കൂടുതലാകുന്നു. വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം. പല ആശയക്കുഴപ്പങ്ങളും ജീവിതത്തിൽ നിന്നും അകന്നു പോകുന്നതായ സമയമാണ്. പല പ്രശ്നങ്ങൾക്കും ഉത്തരം ലഭിക്കാം. ഈ സമയം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഭാഗ്യം തുണയ്ക്കുന്നതിനാൽ നിങ്ങൾക്ക് ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരും. ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ധനനേട്ടത്തിനും അതേപോലെ തന്നെ മറ്റുള്ളവരുടെ പ്രശംസയും നിങ്ങളുടെ സ്വീകാര്യതയും വർദ്ധിപ്പിക്കുന്നതായ കാര്യങ്ങളാകുവാൻ സാധ്യത കൂടുതലാകുന്നു.
കൂടാതെ ഈ സമയം വിദ്യയിൽ ഉയർച്ച നേടുവാൻ വിദ്യാർത്ഥിനികൾക്ക് സാധിക്കും. പരീക്ഷകളിൽ വിജയം നേടുക, വിദ്യയിൽ ഉയർച്ച തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. ഈ സമയം ചിന്തിച്ച് പ്രവർത്തിക്കുന്നതിലൂടെ നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമായി ഭവിക്കും. കാരണം ഭാഗ്യം തുണയ്ക്കുന്നതായ സമയമാണ്. തീർച്ചയായും ദേവിയെ ആരാധിക്കുക എന്ന കാര്യം നിങ്ങൾ ചെയ്യേണ്ടതാകുന്നു. ദേവിയെ ആരാധിച്ച് മുന്നോട്ട് പോകണം. നാളെ വിളക്ക് തെളിയിച്ച് ദേവിയുടെ മന്ത്രങ്ങൾ ജപിച്ച് ചുവന്ന പുഷ്പമോ മഞ്ഞളോ സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്രട്ടാതി നക്ഷത്രമാണ്. ഉത്രട്ടാതി നക്ഷത്രക്കാരായ സ്ത്രീകൾ ഈ കാര്യങ്ങൾ കേൾക്കുന്നുണ്ട് എങ്കിൽ അറിയേണ്ടതായ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റായ തീരുമാനങ്ങൾ കൈക്കൊണ്ടത് മൂലം ഉണ്ടായിട്ടുള്ള പല വിഷമതകളും ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ചില ഉത്തരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. ജീവിതത്തിൽ സംതൃപ്തി നേടുവാൻ സാധിക്കുന്നതായ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും. ആത്മസംഘർഷങ്ങൾ നിങ്ങൾക്ക് ഒഴിവാക്കുവാൻ സാധിക്കും. ഉയർന്ന പദവിയിലേക്ക് പോലും പരിഗണിക്കപ്പെടുവാൻ സാധ്യത കൂടുതലാണ്. പ്രതിഷേധങ്ങൾ ഉണ്ട് എന്നിൽ പോലും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന അവസ്ഥകൾ വന്നു ചേരും. പല കാര്യങ്ങളും അത്തരത്തിൽ വന്ന് കലാശിക്കും. കൂടാതെ ഈ സമയം ചെലവ് അല്പം വർദ്ധിക്കുന്നതാണ്. എന്നാൽ ധനവരവ് മോശമാകില്ല എന്ന കാര്യവും ഓർക്കുക. ഈ സമയം നിങ്ങൾക്ക് പലതരത്തിലുള്ള ദുരിതങ്ങളും കഷ്ടതകളും ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കും. തൊഴിൽ ലഭിക്കുവാൻ സാധ്യത കൂടുതലാകുന്നു. വിദ്യാർത്ഥിനികൾക്ക് വിദ്യയിൽ ഉയർച്ച നേടുക, പരീക്ഷയിൽ ഉയർന്ന വിജയം നേടുക തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യത കൂടുതലാകുന്നു. കർമ്മരംഗത്ത് വളരെയധികം നേട്ടങ്ങൾ സ്വന്തമാക്കാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ടും അനുകൂലമാണ് സമയം. ധനപരമായി നേട്ടങ്ങൾ വന്നു ചേരും. തീർച്ചയായും നാളെ ഈ നക്ഷത്രക്കാർ ദേവിയെ ആരാധിക്കുകയും വിളക്ക് തെളിയിച്ച് മഞ്ഞൾ ചുവന്ന പുഷ്പം സമർപ്പിക്കുന്നത് ഉത്തമമാകുന്നു. ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും നാളെ ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തുവാൻ ശ്രമിക്കുക. സാധിക്കുന്നില്ല എങ്കിൽ ഒരു നാണയം തലയ്ക്കുഴിഞ്ഞ് മാറ്റിവെക്കുക. ദർശനം നടത്തുന്ന അവസരത്തിൽ ഈ നാണയം ദേവിക്കായി നടയിൽ വയ്ക്കുകയോ അല്ലെങ്കിൽ ഭണ്ഡാരത്തിൽ സമർപ്പിക്കുകയോ ചെയ്യുക. സർവ്വ ഐശ്വര്യം തന്നെ വന്നു ചേരും.